के माइंड में घुस गया कि फॉरेन पॉलिसी इज दिस। ഇന്നത്തെ തലമുറയ്ക്ക് കോൺഗ്രസിൻ്റെ സംസ്കാരത്തെക്കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ജെൻ സി, ജെൻ ആൽഫ, അവർക്കൊന്നും വലിയൊരു ഐഡിയ ഉണ്ടാവില്ല. ജെൻ ആൽഫയ്ക്ക് തീരെ ഉണ്ടാവില്ല. ജെൻ സി ആണെങ്കിൽ പോലും 10-12 വർഷമായിട്ട് ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ ഭരണം കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്കും ഒരു കൃത്യമായുള്ള ഒരു അനാലിസിസിലേക്കൊന്നും പലപ്പോഴും എത്താൻ സാധിക്കാറില്ല. അപ്പോൾ എന്തായാലും രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും മറ്റ് കോൺഗ്രസ് നേതാക്കളെല്ലാം കോൺഗ്രസ് എന്താണെന്ന് ഇന്നത്തെ യുവതലമുറയ്ക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രസ്താവനകൾ, പ്രധാനമന്ത്രി അധിക്ഷേപിക്കുന്ന പ്രസ്താവനകൾ, മറ്റ് നിന്ദ്യമായുള്ള രീതിയിലുള്ള പദപ്രയോഗങ്ങൾ, അതെല്ലാം ഇന്നത്തെ തലമുറ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ നടന്ന ആ പരിപാടിയിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളതും നമുക്കറിയാം. സന്ദീപ് ദീക്ഷിതിനെ പോലെ MP ആയിരുന്ന വ്യക്തിയാണ് ഈ രീതിയിൽ തരം താഴ്ന്ന രീതിയിൽ ഒരു വിദേശ രാഷ്ട്രത്തിലെ ഒരു പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചിരിക്കുന്നത്. അതും ഒരു വനിതാ പ്രധാനമന്ത്രിയാണ് ഇത്ര മ്ലേച്ഛമായ ഭാഷയിൽ, മ്ലേച്ഛമായ രീതിയിൽ അധിക്ഷേപിച്ചിരിക്കുന്നത്. സെക്സിസ്റ്റ് റിമാർക്കാണ് അയാൾ നടത്തിയിരിക്കുന്നത്. അയാൾ ചെറുപ്പക്കാരനൊന്നല്ല, 61 വയസ്സുണ്ട്. നെപ്പോക്കിഡാണ്, ഷീലാ ദീക്ഷിതിൻ്റെ മകനാണ്. അമ്മ മരിച്ചതിന് ശേഷം രാഷ്ട്രീയത്തിൽ പച്ച തൊട്ടിട്ടില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ 4000 ചില്ലാൻ വോട്ടാണ് കെട്ടിവെച്ച കാശ് പോലും കിട്ടിയില്ല. തുടർച്ചയായിട്ട് തോൽവികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഡിസാസ്റ്ററാണ് ഈ സന്ദീപ് ദീക്ഷിത്. 61ാമത്തെ വയസ്സിലും ഒരിക്കലും പക്വതയില്ലാതെ രാഹുൽ ഗാന്ധിയെ പോലെ തന്നെയുള്ള അതേ രീതിയിൽ ഒരു നെപ്പോക്കിഡ് ആറ്റിറ്റ്യൂഡുള്ള ഒരു വ്യക്തിയാണ്. അത് വീണ്ടും തെളിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിക്ക് വേണമെങ്കിൽ ഇത് തിരുത്തായിരുന്നു, പക്ഷെ അദ്ദേഹം തിരുത്തിയില്ല. അദ്ദേഹം ചിരിച്ചുകൊണ്ട് ഞാൻ ആ ലെവലിൽ എത്തിയിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം ഇത്തരം പ്രസ്താവനകൾ, ഇത്തരം നിന്ദ്യമായ രീതിയിലുള്ള പ്രസ്താവനകളെയൊക്കെ എൻഡോസ് ചെയ്യുകയാണ് കോൺഗ്രസ് എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. ഇത് കുറേ കാലമായിട്ട് കോൺഗ്രസ് ഈ രീതിയിലുള്ള ഒരു ടാക്ടിക്സ് ആണ് പ്രയോഗിക്കുന്നത്. അവരെ സംബന്ധിച്ച് അവർക്ക് അധികാരം കിട്ടാത്തതിൻ്റെ ആ ഒരു നിരാശ അത് വേറൊരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം ഞങ്ങൾ ഒരു കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ത്യ ഭരിക്കാനുള്ള അവകാശമുണ്ടെന്ന് വിശ്വസിച്ച് നടന്ന ആളുകൾ തുടർച്ചയായിട്ട് നിരാശ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നരേന്ദ്രമോദിയെ ജനാധിപത്യ രീതിയിൽ ഒരിക്കലും പരാജയപ്പെടുത്താൻ സാധിക്കില്ലെന്ന് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനൊക്കെ ഒരു പരിധിവരെ അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ടാർണിഷ് ചെയ്യാൻ പരമാവധി ശ്രമങ്ങൾ നടത്തി. ഇതെല്ലാം പക്ഷേ നടപ്പായില്ല, ഇതെല്ലാം തകർന്നു എന്നതിൻ്റെ ആ ഒരു നിരാശയിൽ നിന്നായിരിക്കാം ഇത്തരം ഒരു ടാക്ടിക്സിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് കടന്നിരിക്കുന്നത്. കുറേ കാലമായിട്ട് കോൺഗ്രസ് നേതാക്കൾ ഇതേ രീതിയിലുള്ള അധിക്ഷേപ പരാമർശങ്ങളൊക്കെ നടത്താറുണ്ട്. നരേന്ദ്രമോദിയെ പോലെ അധിക്ഷേപങ്ങളും ഈ രീതിയിലുള്ള വിമർശനങ്ങളും മോശമായ പദപ്രയോഗങ്ങളൊക്കെ കേട്ട വേറൊരു നേതാവ് ഉണ്ടോ എന്നത് സംശയമായിരിക്കും. പക്ഷേ നരേന്ദ്രമോദിയുടെ ഒരു ചരിത്രം അങ്ങനെയാണ്. എത്ര അദ്ദേഹത്തെ നമ്മൾ വിമർശിക്കുന്നു, അല്ലെങ്കിൽ ഈ രീതിയിൽ നിന്ദ്യമായ രീതിയിൽ അദ്ദേഹത്തെ കാണുന്നു, ആ രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തുന്നു, അതൊക്കെ അദ്ദേഹത്തിന് ഗുണമായി മാറുന്നു എന്നുള്ളതാണ്. കാരണം റീബൗണ്ടിങ് ഒരു കപ്പാസിറ്റി അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെ വേറെ ആർക്കുമില്ല. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു തിരിച്ചടി തന്നെ കോൺഗ്രസിന് ഉണ്ടാക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം സെൽഫ് മെയ്ഡായുള്ള ആളുകളോട് ഈ ഗാന്ധി കുടുംബത്തിനും ഗാന്ധി കുടുംബത്തിൻ്റെ സ്തുതിപാഠകരായുള്ള കോൺഗ്രസ് നേതാക്കൾക്കും പരമ പുച്ഛമാണ്. അതാണ് റിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നത്. കാരണം നരേന്ദ്രമോദിയെ കുരങ്ങൻ എന്ന് അധിക്ഷേപിക്കുന്നു, പാർലമെൻറ്റിൻ്റെ മുമ്പിൽ നിന്നിട്ട് കുരങ്ങൻ്റെ പ്രതിമ വെച്ചിട്ട് അദ്ദേഹത്തെ കളിയാക്കുന്നു, ചോറെന്ന് മല്ലികാർജുൻ ഖാർഗെ വിളിച്ചു കൊടുക്കുന്നു, ബാക്കി നേതാക്കൾ അത് പറയുന്നു. അപ്പോൾ ഇതിനൊന്നും ഒരു പ്രശ്നമില്ല. നേരെ മറിച്ച് ഇതെല്ലാം ഇതേ ലോജിക്കിൽ തിരിച്ചൊന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഏതെങ്കിലും കോൺഗ്രസ് നേതാവിന്, ഇവൻ രാഹുൽ ഗാന്ധിയെ പോലും ഈ രീതിയിൽ BJP അധിക്ഷേപിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ഒഫീഷ്യലി അധിക്ഷേപിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അന്ന് ഇവിടെ വലിയ പുകിലായിട്ട് മാറും, വലിയ വിഷയമായിട്ട് മാറും. പക്ഷേ BJP ആയതുകൊണ്ട്, BJPയുടെ പ്രധാനമന്ത്രി ആയതുകൊണ്ട് ആർക്കും ആ വ്യക്തി അധിക്ഷേപിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു നെറേറ്റീവാണ് പല ആളുകളും കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. നമ്മളൊരു ലോജിക്ക് ചിന്തിച്ചാൽ മതി. ഇപ്പോൾ ഈ പ്രധാനമന്ത്രിയെ രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും മറ്റ് കോൺഗ്രസ് നേതാക്കളും ഈ രീതിയിൽ അധിക്ഷേപിക്കുമ്പോൾ, പവൻ കേരിയൊക്കെ പോലുള്ള ആളുകൾ അധിക്ഷേപിക്കുമ്പോൾ നമ്മളൊരു കാര്യം ആലോചിക്കണം. അദ്ദേഹം പിന്നോക്കക്കാരനായുള്ള ഒരു പ്രധാനമന്ത്രിയാണ്, വളരെ സെൽഫ് മെയ്ഡായിട്ട് വന്ന ഒരു വ്യക്തിയാണ്. രാഹുൽ ഗാന്ധിയുടെ 56ാം വയസ്സിൽ അദ്ദേഹം രാജ്യത്തിന് ഒരു മാതൃക, ഒരു മോഡൽ, ഗുജറാത്ത് മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എന്നുള്ളൊരു സംഭവം നൽകിയ വ്യക്തിയാണ്. അന്ന് മുതൽ അദ്ദേഹം എന്താണ് എന്നിപ്പോൾ ഏത് ലെവലിൽ എത്തി എന്നുള്ള നമുക്കറിയാം. ഏതാണ്ട് 25-ലധികം വരുന്ന രാഷ്ട്രങ്ങളുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഉൾപ്പെടെ ലഭിച്ച ഒരു ആഗോള നേതാവാണ് നരേന്ദ്രമോദി. രാഹുൽ ഗാന്ധിക്ക് എന്ത് അധികാരമാണുള്ളത്, അല്ലെങ്കിൽ എന്ത് അവകാശമാണുള്ളത് നരേന്ദ്രമോദിയുടെ വിദേശ പോളിസിയെ വിമർശിക്കാൻ? നരേന്ദ്രമോദിയെ വിമർശിക്കുന്നവർ പോലും പറയുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ വിദേശ പോളിസിയുടെ ഒരു മികവ്.
മോദിയുടെ ഫോറിൻ പോളിസി, ഫോറിൻ ഡിപ്ലോമസി എന്താണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇതാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു അവസ്ഥ എന്നുള്ളത് മറനീക്കി പുറത്ത് വരികയാണ്. മെലോണി എന്ന് പറഞ്ഞാലും ഒരു സെൽഫ് മെയ്ഡായുള്ള വ്യക്തിയാണ്. ഇറ്റലിയുടെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ്. പരമ്പരാഗത രാഷ്ട്രീയ സംവിധാനങ്ങളിൽ നിന്ന് വേർതിരിഞ്ഞു നിന്ന് സ്വന്തമായ ഒരു ഇടം കണ്ടെത്തി ഇറ്റലിയുടെ പ്രധാനമന്ത്രി പദത്തിലെത്തിയ ഒരു അധ്വാനശീലയായ ഒരു നേതാവാണ്. അപ്പോൾ ഇത്തരം ഈ ഒരു എന്താ പറയുക, സ്വന്തം കഴിവ് കൊണ്ട് ഉയർന്നു വന്ന് ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുന്ന ആ ലെവലിലെത്തിയ ഇത്തരം നേതാക്കളോട് കോൺഗ്രസ് എന്ന് പറയുന്ന ഡൈനാസ്റ്റി പാർട്ടിക്ക് എപ്പോഴും ഒരു പ്രോബ്ലം ഉണ്ടാവും. കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് അധികാരം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ലഭിക്കണം. സ്വാഭാവികമായിട്ട് അവരതാണ് ശീലിച്ചത്, അതാണ് അവർ നേടിയെടുത്തത്.